يا مكة ما أطيبك بشجون همس الهادي. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അസ്സഹബത്തു ബി അബി യാ റസൂലല്ലാഹ്, ഞാനും കൂടെ വരട്ടെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളും എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. UAE വാഫി അലുമിനി അസോസിയേഷൻ പരിശുദ്ധ റബീഉൽ അവ്വൽ പ്രമാണിച്ച് സംഘടിപ്പിക്കുന്ന ഇലൽ ഹബീബ് സീസൺ 2 ഏവരെയും വളരെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. ഇലൽ ഹബീബ് സീസൺ 2 14ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഉള്ളത്. ബഹുമാനനായ ഹാഫിള് സഈദ് അലി വാഫി ഉസ്താദ് നമ്മുടെ ഈ ചർച്ചയ്ക്ക്, നമുക്ക് മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ ഈ ചർച്ചയ്ക്ക് നമ്മുടെ കൂടെ ചേരുകയാണ്. ഹിജറയുമായി ബന്ധപ്പെട്ട പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ടുള്ള ഹിജറ എന്ന വലിയ ആ ഒരു സംഭവത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ചർച്ചയിലേക്ക് ഏവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. ഇൻഷാല്ലാ നൗഫൽ വാഫി സൂചിപ്പിച്ചതുപോലെ നമ്മൾ 14ാമത്തെ എപ്പിസോഡിൻ്റെ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ എന്ത് ചെയ്യുമെന്ന് അവർ തീരുമാനിക്കുന്നതും ആ ഒരു തീരുമാനം നടപ്പിലാക്കാനായി അവര് പരിശ്രമിക്കുന്നതുമൊക്കെയാണ്. അതേസമയം അഥവാ ദാറുന്നദ്വയിൽ ചേർന്ന ആ യോഗത്തിലെടുത്ത തീരുമാനം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന അവർ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഇനി അപ്പൊ അവര് ആ ദാറുന്നദ്വയിൽ യോഗം ചേരുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ പോകുന്ന സാഹചര്യമൊക്കെ ഹദീസുകൾ വരുന്നത് വളരെ രസകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത് ഉച്ച സമയത്താണ്, നല്ല നട്ടുച്ച സമയത്ത്, നല്ല വെയിലുള്ളപ്പോഴാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വരുന്നത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലുള്ളവർ പറയേണ്ട, ആരാണ് വരുന്നത്, ഈ സമയത്ത് അങ്ങനെ വരൂല്ലല്ലോ എന്ന്. മാത്രവുമല്ല ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുഖത്തൊരു പുതപ്പ് മൂടി ഒരു ഡിസ്ഗൈസ്ഡ് ആയിട്ട്, അഥവാ ശരിക്കും മനസ്സിലാവാത്ത കോലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത്. പക്ഷേ ദൂരെ നിന്ന് അവർ വരുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തൊക്കെ കണ്ടപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടില്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് മനസ്സിലായി. അപ്പൊ അവരെന്നെ പറയുന്നുണ്ട്, ഈ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാറില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സമയത്ത് വരുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കുമെന്ന് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറയുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി വന്നു. വീട്ടിലേക്ക് കയറി വന്ന് ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് സലാം പറഞ്ഞു, വീട്ടിലേക്ക് കയറട്ടെ എന്ന് സമ്മതമൊക്കെ ചോദിച്ച് വീട്ടിലേക്ക് കയറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വീട്ടിലുള്ളവരോടൊന്ന് മാറി നിൽക്കാൻ പറയും എന്ന് പറഞ്ഞു. അഥവാ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് തൽക്കാലം മറ്റുള്ളവരൊന്ന് മാറ്റി നിർത്ത് നമുക്ക് അത് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കുന്ന ചിലപ്പോൾ നമുക്ക് സംശയമാവും. എന്തിനാണ് ഇപ്പോൾ ഓഫീസ് റൂം ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ, ഓഫീസ് റൂമിൽ നിന്ന് സംസാരിക്കും, വാതിലടിച്ചാൽ പോലും എന്തിനാ വീട്ടിലുള്ള മറ്റുള്ളവരോട് പുറത്തു പോകാൻ പറയുന്നത്, അങ്ങനെ മനസ്സിലാക്കുന്നവരൊക്കെ പ്രശ്നമാണ്. ശരിക്കും ആ കാലഘട്ടത്തിലൊക്കെ എന്താണ്, ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇതുണ്ടാവുക, അതിനിടയിൽ വ്യത്യസ്ത കർട്ടനൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും, വ്യത്യസ്ത പാർട്ടീഷൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പറയുന്നത് ആ വീട്ടിൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റും, അല്ലാതെ ഇന്നത്തെ പോലെ ഓഫീസ് റൂമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും പുറത്തു പോകാൻ വേണ്ടി പറയുന്നത്. അപ്പോ അഖ്രിജ് മൻ ഇൻദക എന്നാണ് പറയുന്നത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, അത് പോകേണ്ട ആവശ്യമില്ല, ഒക്കെ താങ്കളുടെ അയൽക്കാരനാണ് എന്ന രീതിയിൽ മറുപടിയും പറഞ്ഞു. അഥവാ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കാണ് വീട്ടിലുള്ളത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ വീട്ടിൽ കൂടിയിട്ടില്ല എന്നുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹിജറ പോയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പലതവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിക്കുന്നുണ്ട് പോവാന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അലാ റിസ്ലിക് ഫഇന്നി അർജു അൻ യുഅ്ദന ലി, അലാ റിസ്ലിക്, ഒന്ന് സമാധാനപ്പെടും, നമുക്ക് എനിക്കും കൂടി ഹിജറ പോവാനായി അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സമ്മതം ലഭിക്കാനായി ഞാൻ കാത്തു നിൽക്കുകയാണ്, നമുക്ക് ഒരുമിച്ച് പോകാമെന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ നേരെ
സരിഹാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് സമ്മതം കിട്ടാനായി കാത്തു നിൽക്കുകയാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്നോട് പറയുന്നുണ്ട്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അപ്പൊ അവിടെ ഉണ്ട്. ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇങ്ങനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മറുപടിയാണ് പറഞ്ഞത്. അത് നമ്മൾ ഇതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരും വീട്ടിൽ മറ്റാരുമില്ല, ഇതൊരു രഹസ്യ സ്വഭാവമാണ്, ഇത് പുറത്തു പോകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പാക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആഗമനോദ്ദേശം പറഞ്ഞു. എനിക്ക് ഫഇന്നി ഖദ് ഉദിന ലി ഫിൽ ഖുറൂജ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ പോവാനായി എനിക്ക് സമ്മതം നൽകിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അസ്സുഹ്ബത്തു ബി അബി യാ റസൂലല്ലാഹ്, ഞാനും കൂടെ വരട്ടെ പ്രവാചകരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ, താങ്കളും എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുന്നുണ്ട്. ആ ഒരു വല്ലാത്തൊരു സന്തോഷത്തിന്റെ ആ ഒരു സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വേറെ ആർക്കും ഒരു ഭാഗ്യം കിട്ടുന്നില്ല. വേറെ ആർക്കും ഒരു ഭാഗ്യം കിട്ടുന്നില്ല. കാരണം ഇത്രയും ദിവസം കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു മഹാസൗഭാഗ്യമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടുന്നത്. ഈ ഒരു സാഹചര്യത്തെ പുരസ്കരിച്ചുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഒരാള് സന്തോഷം വന്നാല് എത്രത്തോളം കരയും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് സിദ്ദീഖ് റളിയല്ലാഹു എന്റെ ഉപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു കരയുന്നത് കണ്ടപ്പോഴാണ് എന്നല്ലേ. അതെ അതെ, കാരണം പിന്നെ സാധാരണ സങ്കടം ഉണ്ടാകുന്നവരാണ് കരയുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒക്കെ മനസ്സിലാക്കിയത്. അങ്ങനെയാണല്ലോ. പക്ഷെ സന്തോഷം ഉണ്ടാകുന്നവരെ ഇത്രയും മനുഷ്യന് കരയുമെന്ന് അന്നത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു പ്രതികരണത്തിൽ നിന്നാണ് മനസ്സിലായത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അത്രയും സന്തോഷമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്. സിദ്ദീഖ് റളിയല്ലാഹു അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കുറെ പിടിച്ചു നോക്കി, പക്ഷെ അത്രയും പൊട്ടിപ്പോയി. കാരണം അത്രയും വലിയ സന്തോഷമാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടാകുന്നത്. അതോടൊപ്പം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടൊട്ടകത്തെ ഒരുക്കി നിർത്തുന്നുണ്ട്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും സൂചന ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകാൻ സാധിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അതിൽ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഖലീഫയായിട്ട് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ വിഷയത്തില് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സിദ്ദീഖ് റളിയല്ലാഹുവിനെ തന്നെ ആക്കണം എന്നുള്ള ആ ഒരു ആശയത്തിൽ എവിടെയും സ്വരീഹായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ പലപ്പോഴും ഇമാമത്തിന്റെ കാര്യമാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഏത് വിഷയത്തിലും പരിഗണിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് വല്ലാത്തൊരു അവർ തമ്മിലുള്ള ഒരു ബന്ധമാണ് അത് സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ട് ഒട്ടകത്തെ ഒക്കെ റെഡിയാക്കി നിർത്തുന്നുണ്ട്. അതിപ്പോ ഇന്നത്തെ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് പോലെ ഇന്നത്തെ ഭാഷയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ദൂരയാത്രക്ക് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ വാഹനമല്ല, അതിന്റെ ടയർ ഓക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് പ്രകടമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം വഴിയിലൊക്കെ പ്രയാസമാവില്ല. അതുപോലെ തന്നെ അന്ന് ദൂരയാത്രക്ക് ഒട്ടകത്തെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ അതിന് വേണ്ടപ്പെട്ട ഭക്ഷണം നൽകി ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിപ്പിച്ച് എല്ലാ സാഹചര്യത്തിലും അവരിങ്ങനെ തയ്യാറാക്കി നിർത്തിയിരുന്നു. ആരോഗ്യമൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ നിർത്തിയിരുന്നു. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ട് ഒട്ടകത്തെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എൻ്റെ അടുത്ത് രണ്ട് ഒട്ടകമുണ്ട്, ഏതൊട്ടകമാണെങ്കിലും താങ്കൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഓക്കെ, ഒന്ന് എനിക്ക് വേണം, പക്ഷെ അതിന് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇല്ല, പൈസ വേണ്ട, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടില്ല. അതാലോചിച്ച് നോക്കണം, അത് ഒരു വല്ലാത്തൊരു സാഹചര്യമാണ്. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് അടുത്തൊരു നാട്ടിലേക്ക് പോവാണ്, പാലായനം ചെയ്യാൻ പോവാണ്. അവിടെ പോലും റസൂലുള്ളാഹി തങ്ങളുടെ ഇഫ്ഫത്ത് കാത്തു സംരക്ഷിക്കാൻ ഒന്ന് ഫ്രീ ആയിട്ട് വേണ്ടെന്നുള്ള ഒരു പൊളി തന്നെ നമുക്ക്. ഇത് നമ്മൾ ഇവിടെ മാത്രമല്ല പല സന്ദർഭത്തിലും ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുന്നോട്ടുള്ള ഹിജ്റയുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് പലപ്പോഴും ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വില കൊടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ആ ഒരു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാങ്ങിയത്. പിന്നെ ഇതൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സംഭാഷണമൊക്കെ കഴിഞ്ഞ് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് പോയി. കാരണം ഇതൊരു ഉച്ച സമയത്താണല്ലോ. ആ സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാറുൻ നദ്വയിൽ യോഗം ചേരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേ ദിവസം രാത്രി തൻ്റെ വീട്ടിൽ
കിടക്കുകയാണ്. കിടക്കുന്ന നേരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി എൻ്റെ വിരിപ്പിൽ താങ്കൾ ഉറങ്ങണം, എൻ്റെ ഒരു പച്ച പുതപ്പുണ്ട് അത് മൂടി താങ്കൾ ഉറങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവര് അന്നേ ദിവസം വധിക്കാനാണല്ലോ തീരുമാനിച്ചത്. അങ്ങനെ അവര് പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ ഇങ്ങനെ ഓരോ ഗോത്രത്തിൽപ്പെട്ട അങ്ങനെയാണ് തീരുമാനിച്ചത്. അങ്ങനെ ഓരോ ഗോത്രത്തിൽപ്പെട്ട ഓരോ ആൾക്കാരെയും അവരിങ്ങനെ വീടിന് ചുറ്റും നിർത്തി. ഇവിടെയൊക്കെ നമ്മൾ ചരിത്രത്തിൽ പറയുന്നത് എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കയറി അവർ അറ്റാക്ക് ചെയ്തിട്ടില്ല. കാരണം ഇതിങ്ങനെ വളഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്ത് വരുന്നവരെ അവർ കാത്തുകണ്ട ആവശ്യമില്ല. അവിടെ പറയുന്നതെന്ന് വെച്ചാൽ അവർ വീട് വളഞ്ഞ സന്ദർഭത്തിൽ വീടിന്റെ ഉള്ളിൽ സ്ത്രീകളുടെ ശബ്ദം കേട്ടു. സ്ത്രീകളുടെ ശബ്ദം കേട്ടപ്പോൾ ഇനി ഒരു സ്ത്രീകളുടെ വീട്ടിലേക്ക് കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാലാണെങ്കിൽ ഇങ്ങനത്തെ കുറെ മബാദിയും അവര് ജീവിതത്തിൽ പുലർത്തിയിരുന്നു. അപ്പൊ സ്ത്രീകളുടെ വീട്ടിലേക്ക് കയറി അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു പേരുദോഷം വരുത്തുമെന്നുള്ള ആ ഒരു കാരണങ്ങൾ കൊണ്ട് അവർ വീട്ടിലേക്ക് കയറി അറ്റാക്ക് ചെയ്യുന്നില്ല. അവർ വീടിന് ചുറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു വരുന്നത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അങ്ങനെ രാത്രി അവരിങ്ങനെ കുറെ നേരം അവര് വീടിന് ചുറ്റും വളഞ്ഞു നിന്ന്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് യാസീൻ ഓതിയിട്ട് ഒരു കയ്യിൽ ഒരു പിടി മണ്ണെടുത്ത് സൂറത്ത് യാസീൻ ഓതി ആ മണ്ണ് എറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. അങ്ങനെ സൂറത്ത് യാസീൻ തുടക്കം മുതൽ വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഈ ഒരു സൂക്തം എത്തുന്നത് വരെ പാരായണം ചെയ്ത് ആ മണ്ണെറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഇടയിൽ കൂടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു പോകുന്നത്. പക്ഷെ അവർക്ക് ആർക്കും എന്താകാൻ പറ്റിയില്ല, റസൂലുള്ളാഹിനെ കണ്ടിട്ട് മാത്രമല്ല അവരുടെ മേലൊന്നായിട്ട് തലയിലൊന്നായിട്ട് പൊടിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇവരിങ്ങനെ നിൽക്കുന്ന നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രി കേട്ടോ അബൂ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ പോയി ഒക്കെ സെറ്റാക്കിയത് ഉച്ചക്കാണ്. അങ്ങനെ രാത്രി ആ ദിവസം രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോ ഇവരിങ്ങനെ വീടിന് ചുറ്റും വളഞ്ഞു നിൽക്കുന്ന നേരം പുറത്തു നിന്നുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവരോട് ചോദിക്കണം, എന്തിനാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് പിന്നെ പ്രവാചകന് പുറത്തു വരുന്നത് ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാണ്, ഇങ്ങനെ വധിക്കാൻ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖയ്യബക്കുമുല്ലാഹ് വല്ലാഹി ഖറജ അലൈക്കും മുഹമ്മദ്, എന്താണ് നിങ്ങളുടെ കാര്യം വളരെ കഷ്ടാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പുറത്തു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്തു പോണത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം അവര് ദൂരെ നിന്ന് വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വീട്ടിലേക്ക് പോകുന്നത് ഇവര് കണ്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞില്ല പോകില്ല, കാരണം വീട്ടിലുണ്ട്, ഞങ്ങളത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ആ ഒരു കട്ടിലേക്ക് അവർ നോക്കുന്ന നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുന്നുണ്ട്. അതെ അതെ, പുതപ്പിന്റെ ഉള്ളിൽ ആളുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല, നിങ്ങൾക്ക് തെറ്റിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് സ്വീകരിച്ചിട്ടില്ല. അവരവിടെ തന്നെ അങ്ങനെ അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറ്റേന്ന് രാവിലെ ആകുന്ന സന്ദർഭത്തിലും പുറത്തു വരുന്നില്ല. അപ്പോഴാണ് എന്താക്കുന്നത്, ഇവർക്ക് മനസ്സിലായത് അവർക്കിടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, നമ്മളോട് ആ പറഞ്ഞ വ്യക്തി സത്യമാണ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അല്ലല്ലോ. അവര് നേരെ പുതപ്പിൽ കാണുന്നത് ആരാണ്? അലി റളിയല്ലാഹു തആല അൻഹു. അലി റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് വരുന്നവരാണ്. അവർക്ക് ആ ഒരു വിഡ്ഢിത്തം മനസ്സിലാകുന്നത്. അപ്പൊ ഇവർക്ക് ഇത് മനസ്സിലാകുന്നില്ല. മാത്രമല്ല അവര് പറയുന്നുണ്ട്, ഈ പുറത്തുനിന്ന് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോകണം ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നത്, എന്താ നിങ്ങളുടെ തലയിലൊക്കെ മണ്ണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പോഴാണ് അവര് തലയിൽ മണ്ണ് നോക്കുന്നതും അവര് തലയിൽ മണ്ണൊക്കെ കാണുന്നത്. അപ്പൊ ഇത്രയും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യരാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടിട്ട് വന്നതാണ്, ഒന്നുമല്ല എന്നുള്ള രീതിയിൽ അവരുടെ മുന്നിൽ കൂടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി പോകുന്നത്. അവരുടെ തലയിലൊക്കെ മണ്ണ് വാരി എറിയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അവർക്ക് കാണാൻ പോലും അറിയാൻ പോലും സാധിച്ചു. അതെ, ആ രീതിയിൽ പിന്നെ എന്നെ വല്ലാതെ ആകർഷിച്ച് അത്ഭുതപ്പെടുത്തിയ ഒരു സൂക്തം ഖുർആനിൽ പറയുന്നുണ്ട്, വൈദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ. ഇവിടെ നമ്മള് ഒരു പോയിന്റ് വരുന്നത് ഹിജാബൻ മസ്തൂറ എന്ന് പറഞ്ഞിടത്താണ്. ശരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയേണ്ടത്, അല്ലെങ്കിൽ അവിടെ ശരിക്കും വേണ്ടത് ഹിജാബൻ സാത്തിറ എന്നാണ്. കാരണം ഒരു മറക്കുന്ന മറ, ഒരു മറയാകുന്ന ഒരു കർട്ടൻ ആണെങ്കിൽ ആ കർട്ടന് മറ്റുള്ള കാര്യങ്ങളെ ആ ഒരു കാഴ്ചയെ മറക്കുന്നതാണ്. അപ്പൊ ഹിജാബൻ സാത്തിറ എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ ഖുർആൻ പ്രയോഗിച്ചത് ഹിജാബൻ മസ്തൂറ എന്നാണ്. ഒരു മറക്കപ്പെട്ട മറ,
ഒരു മറ പോലും ഒരു കാണാത്ത മറയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ സൃഷ്ടിച്ചു. അവിടെ മറയുണ്ട്, പക്ഷെ അവിടെ മറ ഉണ്ട് എന്ന് അവർക്ക് തോന്നൂല. അതുപോലെ മറക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ ഖുർആൻ ഓതിയാൽ മീൻസ് അതിന്റെ ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ശത്രുക്കൾക്കും ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ബാരിയർ, ഒരു മറ സൃഷ്ടിക്കും. ആ മറ പോലും എന്താണ് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് ഈ ഒരു സംഭവത്തിൽ പ്രത്യേകിച്ച് കാണാനും സാധിക്കും. ഈ ഒരു സംഭവത്തിൽ അതുപോലെ തന്നെ വേറൊരു സാഹചര്യം, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്നുള്ള ആ സൂറത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ അതിലെ പരാമർശ വിധേയമായിട്ടുള്ള അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ വല്ലാതെ ദേഷ്യം വന്നു. അങ്ങനെ ഉമ്മു ജമീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാനായിട്ട് ചാട്ടവാറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഉമ്മു ജമീലെ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും കഅബക്കരികെ ഇരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവരിങ്ങനെ ചാട്ടവാറായിട്ട് വരുന്നത് കാണുന്നുണ്ട്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അവര് വരികയാണല്ലോ, താങ്കൾ അവരെ ആക്രമിക്കാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് വല്ലാതെ പേടിയായി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പേടിയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, എന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, നബി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, അയിന സാഹിബുക്ക് മുഹമ്മദ്, എവിടെ താങ്കളുടെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. അഥവാ അടുത്തിരിക്കുന്നുണ്ട്. ആ ഉമ്മു ജമീലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറ ഇട്ടിട്ടുണ്ട്. ആ മറ പോലും എന്താണ് അവർക്ക് കാണാൻ സാധിച്ചു. അതാണ് ഈ ഹിജാബ് മസ്തൂറ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് വലിയ പാടാണ്. നമ്മൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മളെ സംരക്ഷിക്കും. ഏത് രീതിയിലാണ് നമ്മളെ സംരക്ഷിക്കുന്നത് നമ്മൾക്ക് പോലും അറിഞ്ഞോളന്നില്ല. പക്ഷെ ഒറ്റ കണ്ടീഷനാണ്, വൈദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാണോ, എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. പിന്നെ അവിടുന്ന് അവര് ഗാർ തൗറിലേക്ക് പോകുന്നതും പിന്നെ ഇവരിങ്ങനെ പിന്തുടരുന്നതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യണത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നമുക്ക് ഇനി ഒരുപാടുണ്ട്. ഇപ്പൊ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഖുറൈശി നേതാക്കന്മാരുടെ, ഖുറൈശി കിങ്കരന്മാരുടെ ഇടയിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരക്ഷിതനായി അവിടുന്ന് പുറപ്പെട്ട് അവരുടെ ഇടയിലൂടെ തന്നെ കടന്നു പോകുന്ന വല്ലാത്തൊരു രംഗമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകിയ വല്ലാത്തൊരു സംരക്ഷണം. ആ സംരക്ഷണത്തിന് ശേഷമുള്ള, അല്ലെങ്കിൽ ആ ഒരു പുറപ്പാടിന് ശേഷമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നിച്ചുള്ള യാത്രയും മറ്റുമൊക്കെയാണ് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാനുള്ളത്. നമുക്ക് ഒരുപാട് ഇനിയും അള്ളാഹു നാഫിയായ ഇൽമു നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഹിജറയുടെ തുടർന്നുള്ള എപ്പിസോഡുകളും മറക്കാതെ നിങ്ങൾ കാണുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وطريق الظلم سيطوى ويشق سبيل النور لفجر الدعوى نتخلى لكن نمضي لنهز بقاع الأرض نتألم لكن ذاك مخاض الصحوى يا مكة ما أطيبك